ഇസ്രായേൽ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗസയിലെ അവസാനത്തെ ഫലസ്തീൻ വംശജനെയും കൊല്ലുന്ന ജൂതന്റെ ക്രൂരതയോട് പകരം വീട്ടാൻ ലോകരാജ്യങ്ങൾ ഇതാ തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ പട്ടിണി മരണങ്ങൾ നിത്യകാഴ്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ന് തയ്യാറാവുകയാണ്. ഇസ്രായേലിന്റെ കോപത്തിനും അമേരിക്കയുടെ വിദ്വേഷത്തിനും പാത്രമാകുമെന്നറിഞ്ഞിട്ടും അവരതിന് തയ്യാറായി രംഗത്ത് വരുന്നു. പഴയകാലം പോലെ അമേരിക്കയുടെ വിരട്ടലും ഇസ്രായേലിന്റെ കണ്ണുരുട്ടി പേടിപ്പിക്കലും ഒന്നും ഇനി ചെലവാകില്ല എന്ന് അവർ ഒരുമിച്ച് പറയുന്നു. വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് ഇങ്ങനെ ഒരു തീരുമാനം സ്വീകരിക്കുന്ന രാജ്യങ്ങളോട് നിങ്ങളുടെ സമീപനം എന്താണ്? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഗസയിലെ സംഘർഷം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചലനമാണ് സൃഷ്ടിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഫലസ്തീൻ പ്രശ്നത്തിൽ ഈ നീക്കം ഒരു വഴിത്തിരിവാകുമോ എന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നതാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ പ്രഖ്യാപനം ഫലസ്തീൻ ജനതയുടെ സ്വന്തം രാഷ്ട്രത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്നത് മാത്രമല്ല, ഓസ്ട്രേലിയയുടെ ദീർഘകാല വിദേശ നയത്തിൽ നിന്നുള്ള ഒരു സുപ്രധാന വ്യതിയാനം കൂടിയായി മാറുകയാണത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്നുള്ള ചില ഉറപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് ആൽബനി സൂചിപ്പിക്കുന്നത്. ഈ സുപ്രധാന അവകാശം യാഥാർത്ഥ്യമാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി കൈകോർത്ത് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ മനുഷ്യത്വരഹിതമായ അവസ്ഥയെക്കുറിച്ചുള്ള ഓസ്ട്രേലിയൻ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിനെ ഓസ്ട്രേലിയൻ സർക്കാർ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആൽബനീസ് എപ്പോഴും ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. മിഡിൽ ഈസ്റ്റിലെ ആക്രമണങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഈ പ്രശ്നമാണെന്നും ഗാസയിലെ സംഘർഷം, കഷ്ടപ്പാടുകൾ, പട്ടിണി എന്നിവയ്ക്ക് അറുതി വരുത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഇതാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ നിലനിൽപ്പും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ അംഗീകാരത്തിൽ ഫലസ്തീൻ ഭരണകൂടത്തിലെ ഹമാസിന്റെ പങ്ക് ഉണ്ടാകില്ലെന്ന് ആൽബനീസ് വ്യക്തമാക്കിയത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഗസയുടെ സൈനികവൽക്കരണമോ ഹമാസിനെ ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പുകളോ ഈ അംഗീകാരത്തിന്റെ ഭാഗമാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയെ കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കാനഡയും സമാനമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസ് ആണ് ആദ്യമായി തങ്ങളുടെ രാജ്യം ഫലസ്തീനെ അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായി പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ രാജ്യങ്ങൾക്ക് ലോക രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും വലിയ സ്ഥാനമാണ് ഉള്ളത്. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 147-ലധികം രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ ഈ പുതിയ നീക്കം ഈ അംഗീകാരങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഫലസ്തീന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്തേക്കാം. ഇത് ഫലസ്തീൻ പ്രശ്നത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഗസയിലെ അതിരൂക്ഷമായ സംഘർഷങ്ങൾക്കിടയിലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയുടെ മറ്റ് രാജ്യങ്ങളുടെയും തീരുമാനം ഒരുപക്ഷെ സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള പുതിയ വാതിലുകൾ തുറക്കാൻ സാധ്യതയുണ്ട്. ഈ നീക്കത്തിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പലപ്പോഴും ഹമാസിന്റെ ഭരണം ഒരു തടസ്സമായി പല രാജ്യങ്ങളും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. എങ്കിലും ഫലസ്തീൻ സമൂഹത്തെ വിവിധ വിഭാഗീയതകൾക്കപ്പുറം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഹമാസിനെ ഒഴിവാക്കിയുള്ള ഒരു അംഗീകാരം ഫലസ്തീൻ ജനതയിൽ ഭിന്നതകൾക്ക് കാരണമായേക്കാം. എന്നിരുന്നാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി അംഗീകരിക്കാനുള്ള ഈ രാജ്യങ്ങളുടെ തീരുമാനം ഗസയിലെ ദീർഘകാല സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനും ഭാവിയിൽ സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിന് അടിത്തറയിടാനും സഹായിക്കുന്ന ഒരു നിർണായക മുന്നേറ്റമായി കണക്കാക്കാവുന്നതാണ്. ഈ നീക്കം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിക്കുമോ എന്നത് ഇനിയുള്ള നാളുകളിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.
ഫലസ്തീൻ പ്രദേശത്തിന്റെ ദയനീയാവസ്ഥ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മാനുഷിക ദുരന്തമാണല്ലോ. 2025 ഓഗസ്റ്റിലെ സ്ഥിതി അനുസരിച്ച് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം കൂടുതൽ തീവ്രമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള മാനുഷിക പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിൽ പോലും ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ സൈനിക പരിഹാരമില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിൽ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി അംഗീകരിക്കുന്നത് പ്രശ്നം പരിഹരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഫലസ്തീൻ പ്രദേശം ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും, അതായത് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തോട് തുടങ്ങിയ ഈ യുദ്ധം 2025 തുടരുകയാണ് ചെയ്യുന്നത്. എങ്കിലും 2025 ജനുവരിയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ സംഭവിച്ചിരുന്നു. എന്നാൽ മാർച്ച് മുതൽ ഇസ്രായേൽ ഗാസയിൽ ബ്ലോക്കേഡ് ശക്തമാക്കി. ഇത് വൻതോതിലുള്ള പട്ടിണിയും മരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റി പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള പദ്ധതി അംഗീകരിച്ചിരിക്കുന്നു. ഇത് ഹോസ്റ്റേജുകളുടെ കുടുംബങ്ങളും അന്താരാഷ്ട്ര സമൂഹവും വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഗസയിലാകട്ടെ പട്ടിണി വലിയ ദുരന്തങ്ങൾക്ക് കാരണമാക്കുകയാണ്. കുട്ടികളുടെ മരണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. മൊത്തം മരണസംഖ്യ 100-നടുത്തെത്തിയിട്ടുണ്ട്. UN വിദഗ്ധർ ഇസ്രായേലിന്റെ ഗാസയിലെ ജനോസൈഡ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ വിമർശിക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സ്ലെറ്റുമാർ ഒരു ഫലസ്തീനിയനെ വെടിവെച്ചു കൊന്നു. 27 കമ്മ്യൂണിറ്റികളിൽ 40 ആക്രമണങ്ങളാണ് നടത്തിയത്. UNRWAയുടെ റിപ്പോർട്ട് പ്രകാരം വടക്കൻ വെസ്റ്റ് ബാങ്കിൽ 10,000-കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾ നിർബന്ധിതരായി സ്ഥലം മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അൽ ജസീറ സ്റ്റാഫിന്റെ കൊലപാതകങ്ങൾ യുദ്ധക്കുറ്റമെന്നാണ് വിമർശിക്കപ്പെടുന്നത്. ഫലസ്തീൻ ജനങ്ങളാകട്ടെ ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയുടെ ക്ഷാമം നേരിടുകയാണ്. ഗസയിൽ 85% ജനങ്ങൾ തീവ്രമായ പോഷകാഹാര കുറവാണ് നേരിടുന്നത്. ഇത് അവയവങ്ങൾക്കും ബുദ്ധിശേഷിക്കും ക്ഷതമുണ്ടാക്കുന്നുണ്ട്. UN റിപ്പോർട്ട് പ്രകാരം ഗസയിൽ 4 ലക്ഷത്തിലധികം പേരാണ് പട്ടിണി നേരിട്ട് മരിക്കുന്നത്. കുട്ടികൾക്കിടയിലാകട്ടെ തീവ്രമായ പോഷകാഹാര കുറവ് അനുഭവപ്പെടുന്നുണ്ട്. 2025 ഗസയിൽ പൂർണ്ണ ക്ഷാമമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു. വെസ്റ്റ് ബാങ്കിലും സ്ഥിതി മറ്റൊന്നല്ല. ഗസയിലെ ജനങ്ങളും അവിടെ അടിച്ചമർത്തലിൻ്റെ കീഴിലാണുള്ളത്. കുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ തുടരുന്നു. ഗസയിൽ 95%-ലധികമുള്ള വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞവയാണ്. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് അഭയസ്ഥാനമില്ല. 80% വാട്ടർ വെൽസ് നശിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഫലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നത്. ഇത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുമോ എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ്. UN ജനറൽ അസംബ്ലിയിൽ 141 രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയും അടുത്തിടെ അതിനോട് ചേർന്നു. എന്നാൽ US, ഇസ്രായേൽ പോലെയുള്ള പ്രധാന രാജ്യങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ പ്രശ്നത്തിന്റെ മൂലകാരണം ഒക്യുപ്പേഷൻ, സെറ്റിൽമെന്റുകൾ, ബ്ലോക്കേഡ് എന്നിവ തന്നെയാണ്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ദുരാഷ്ട്ര പരിഹാരം എന്നതാണ് ഇതിനൊരു പരിഹാരമായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനു മുൻപ് സൈനിക നടപടികൾ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹമാസിനെ തോൽപ്പിക്കാൻ ഗാസ ഏറ്റെടുക്കുമെന്ന് നെതന്യാഹു പറയുന്നത് ഈ ഘട്ടത്തിലാണ്. എന്നാൽ ഇത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിക്കുക. അന്താരാഷ്ട്ര സമ്മർദ്ദം, സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്രപരമായ ഇടപെടലുകളൊക്കെ ഇവിടെ അനിവാര്യമാണ്. ഫലസ്തീൻ ജനങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അവർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കുക തന്നെ വേണം. എന്നാൽ ഇസ്രായേൽ എന്താണ് അവിടെ ചെയ്യുന്നത്? ഗാസയിൽ വീണ്ടും അടിച്ചമർത്തൽ തുടരുകയാണ്. ഗാസ ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഗസ ഏറ്റെടുത്ത ശേഷം ഇസ്രായേൽ വിചാരിക്കുന്നത് അത് അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് തന്നെയാണ്. എന്തായാലും ഈ അടിച്ചമർത്തൽ സംഘർഷത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗാസയിലെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് പൂർണ്ണമായും തകർന്നു. ഭക്ഷണം, വെള്ളം, ഇന്ധനം എന്നിവയില്ലാതെ 2.3 മില്യൺ ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ സെറ്റ്ലർ ആക്രമണങ്ങളിൽ ജനങ്ങൾ ഭീതിയിലാക്കുന്നു. ഈ ദയനീയാവസ്ഥ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനപ്പുറം യഥാർത്ഥ പരിഹാരങ്ങളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. ദുരാഷ്ട്ര പരിഹാരം എന്നത് ഇവിടെ ഒരു പരിഹാരമാണെങ്കിൽ പോലും അവിടെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തിക്കണം. അവരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുശേഷം ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.